നമുക്ക് കൂടി സ്തുതിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ 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 എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈശോയെ സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരം ഉയരട്ടെ. ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്വരം ഉയർത്തി എല്ലാവരും ചേർന്ന് ഏറെ ആഗ്രഹത്തോടെ സ്തുതിക്കുന്നു, ഏറെ താല്പര്യത്തോടെ സ്തുതിക്കുന്നു. എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കാരുണ്യത്തിന്റെ മുഖത്തെ എന്റെ കുടുംബത്തിൽ, എന്റെ ബന്ധങ്ങളിൽ കാണിച്ചു കൊടുക്കുവാനുള്ള അഭിഷേകം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ കൊണ്ടുചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഈശോയിലെ സ്നേഹമുള്ളവരെ, മൂന്നാമത്തെ തിരുവചന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കാരുണ്യത്തിന്റെ മുഖം വീണ്ടും കാണിച്ചു കൊടുക്കുന്ന മറ്റൊരു വ്യക്തി ഉൽപ്പത്തി പുസ്തകത്തിന്റെ തന്നെ 43-ാമത്തെ അധ്യായത്തില് നമ്മൾ കാണുകയാണ്. അവന്റെ പേര് ജോസഫ് എന്നാണ്. കഥ നമുക്കെല്ലാവർക്കും അറിയാം. ഒരു പട്ടുകുപ്പായത്തിന്റെ തുന്നൽ പണികളുള്ള മനോഹരമായ ഒരു കുപ്പായത്തിന്റെ കഥയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൻ മേടിച്ചു കൊടുത്ത വിശിഷ്ട വസ്ത്രത്തിൽ അസൂയ തോന്നിയ മക്കളുടെ പ്രവർത്തനം ഒരുവനെ ഇല്ലാതാക്കുവാനുള്ള നീക്കത്തിലേക്കാണ് എത്തിയത്. തിരുവചനത്തില് കായലിന്റെയും ആബേലിന്റെയും കഥയെടുക്കുമ്പോഴും ദാവീദിന്റെയും സാവൂളിന്റെയും കഥയെടുക്കുമ്പോഴും കാണുവാൻ സാധിക്കുന്നത് ഇതേ സംഭവം തന്നെയാണ്. അസൂയ തോന്നി, അവനോട് കോപം തോന്നി, അവനെ കൊന്നുകളയുവാൻ തോന്നി. അസൂയ തോന്നിയ കായൻ ആബേലിനോട് കോപമുള്ളവനായി മാറി അവനെ വയലിൽ വെച്ച് കൊന്നുകളഞ്ഞു. ദാവീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട്, വളർന്നു വരുന്ന യോദ്ധാവിനോട് അസൂയ തോന്നിയ സാവൂള് അവനോട് കോപം തോന്നി അവനെ ഭിത്തിയോട് ചേർത്ത് അസ്ത്രമെറിഞ്ഞ് കൊന്നുകളയുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സമാനമായ രീതിയിൽ ജോസഫ് എന്ന് പറയുന്ന തങ്ങളുടെ സഹോദരനെ പുത്തനുടുപ്പിട്ട് തങ്ങളുടെ അടുക്കലേക്ക്, വയലിൽ ആടുമേയ്ക്കുന്ന തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്ന തങ്ങളുടെ സഹോദരനെ കൊന്ന് ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് സഹോദരങ്ങള് പരിശ്രമിക്കുന്നു. റൂബൻ പറഞ്ഞു, ഈ മകനെ നിങ്ങളൊന്നും ചെയ്യരുത്, അവനെ നമുക്കൊരു പൊട്ടക്കണക്കിൽ തള്ളിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ വ്യാപാരികള് ആ പ്രദേശത്തുകൂടി വരികയാണ്. ഇസ്രായേൽക്കാരായ ഇവര് വിജാതീയരായ ഈ വ്യാപാരികൾക്ക് ഏതാനും വെള്ളി നാണയ തൊട്ടുകൾക്ക് സഹോദരനെ വിറ്റുകളയുകയും യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്ത് വിറ്റ് കാശ് മേടിച്ചതുപോലെ ജോസഫിനെ വിറ്റ് സഹോദരന്മാര് പണമുണ്ടാക്കി. കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു. സഹോദരന് മരിച്ചുപോയി, അവനെ വന്യമൃഗങ്ങൾ കൊന്നു, എന്തൊക്കെ അപ്പനോട് കള്ളക്കഥയൊക്കെ പറഞ്ഞു രക്ഷപ്പെടുകയാ. പക്ഷേ ദൈവം നീതിമാനാണ്. ദൈവം അവരെ ഈ ജോസഫിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്ന കഥയാണ് 32 മുതലുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുക. 32-ാമത്തെ അധ്യായത്തില് വലിയ ക്ഷാമത്തില് ധാന്യമില്ലാതെ വരുമ്പോൾ ധാന്യം മേടിക്കുവാൻ വേണ്ടിയിട്ട് പൊത്തിഫറിന്റെ ഫറവോയുടെ അടുക്കലേക്ക് പോകുന്ന സഹോദരന്മാരെയാണ് നമ്മൾ കാണുന്നത്. ഈജിപ്തിലേക്ക് പോകുന്ന സഹോദരൻ അവരവിടെ ചെന്നു. സാധനങ്ങളൊക്കെ മേടിച്ച് ആദ്യ പ്രാവശ്യം തിരിച്ചു വരുമ്പോൾ പണം അവരുടെ ചാക്കുകെട്ടുകളിൽ തന്നെ കണ്ടെത്തി. അത് തിരിച്ചു ചെല്ലുമ്പോൾ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് ഉത്കണ്ഠപ്പെട്ടിട്ടും അപ്പന്റെ പ്രേരണ കൊണ്ട് ഇളയവനെയും കൂടെ കൂട്ടി, ബെഞ്ചമിനെയും കൂടെ കൂട്ടി ഇവര് 2ാം തവണ ധാന്യം മേടിക്കാൻ പോവുകയാണ്. കഥ ചുരുക്കുകയാ പ്രിയപ്പെട്ടവരെ. അവിടെ ചെല്ലുമ്പോൾ ഈ സഹോദരൻ തന്റെ അമ്മയുടെ ഉദരത്തിൽ പിറന്ന തന്റെ ഏറ്റവും രക്തബന്ധമുള്ള സഹോദരനെ കണ്ട്, ബെഞ്ചമിനെ കണ്ട്, കുഞ്ഞുമകനെ കണ്ട് ഇപ്രകാരമാണ് പറയുന്നത്:
ഇവനാണോ എന്റെ അമ്മയുടെ മകൻ? അവൻ പറഞ്ഞു, ഇവനാണോ നിങ്ങൾ പറഞ്ഞ ഇളയ സഹോദരൻ? മകനെ, ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായം 29-ാം തിരുവചനം. ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായം 29-ാം തിരുവചനം. എന്റെ അമ്മയുടെ ഉദരത്തിൽ പിറന്ന, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ കിടന്നതുപോലെ തന്നെ കിടന്ന എന്റെ പ്രിയപ്പെട്ട സഹോദര, ദൈവം നിന്നെ പ്രതി ഇവരോട് മുഴുവൻ കരുണ കാണിക്കുമെന്ന് പറയുകയാണ്. ദൈവം തന്നോട് കരുണ കാണിച്ചതിന്റെ ഓർമ്മ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ജോസഫ് ഇവരോടും ദൈവം കരുണ കാണിക്കുമെന്ന് വിശ്വസിക്കുകയും തനിക്ക് ലഭിച്ച കാരുണ്യത്തിന്റെ വഴികളെ അനുസ്മരിച്ച് കരുണയോടെ പ്രവർത്തിക്കുകയും. പൊത്തിഫറിന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന ജോസഫിനെ നമുക്കറിയാം. അവിടെ നിന്ന് കാരാഗൃഹത്തിൽ പോയ ജോസഫിനെ നമുക്കറിയാം. അവിടെ നിന്ന് ഈ സകലത്തിലെ ഉടമയായിട്ട് ഫറവോയുടെ അധികാരത്തിൽ പങ്കാളുന്ന വ്യക്തിയായിട്ട് എത്തുന്ന ജോസഫിനെ നമുക്കറിയാം. തനിക്കുള്ളതും തനിക്ക് ലഭിച്ചതുമെല്ലാം ദൈവം തന്നതാണ്, ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖമാണ് ഞാൻ അനുഭവിച്ചറിയുന്നതെന്ന് തിരിച്ചറിയുന്ന ജോസഫ് തന്റെ സഹോദരന്മാരോട് പകവെച്ച് പുലർത്തുന്നു. മറിച്ച് അവരോട് ദൈവം തന്നോട് കാണിച്ച അതേ കാരുണ്യം കാണിക്കുവാൻ തയ്യാറാവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബ ബന്ധങ്ങളില് ഒറ്റിക്കൊടുക്കപ്പെട്ടിട്ടുണ്ടാകാം, വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടാകാം, ദാമ്പത്യ ബന്ധങ്ങളിൽ പോലും വഞ്ചനയുടെ കറപുരണ്ടിട്ടുണ്ടാകാം, ജീവിതത്തില് തള്ളിപ്പറയലുകള് നേരിട്ടിട്ടുണ്ടാകാം, പൊട്ടക്കണക്കില് ഒരുപാട് നമ്മൾ കിടന്നിട്ടുണ്ടാകാം, ജീവിതത്തില് വേദനകളും കഷ്ടപ്പാടുകളും കൈപ്പുനീരുകളും അനുഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ ദൈവം ഇന്ന് ഈ കൂടാരത്തിൽ നിന്നെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ദൈവത്തിന്റെ അത്യുന്നതനായ ദൈവത്തിന്റെ മഹാകാരുണ്യമാണെന്ന് മറന്നു പോകരുത്. ആ കാരുണ്യം നിന്റെ ജീവിതത്തിൽ ആരൊക്കെ നിന്നോട് പകയോടെ, വെറുപ്പോടെ, വിദ്വേഷത്തോടെ പെരുമാറിയോ അവർക്കൊക്കെ വെച്ചു മുളമ്പാനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്ന് തിരിച്ചറിയുക. ജോസഫ് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ജോസഫ് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അവൻ അവിടെ അവരോട് ഒരു വിരുന്നിന് കടന്നു വരാൻ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. എല്ലാവരെയും ഉടമയായിട്ട് ഫറവോയുടെ അധികാരത്തിൽ പങ്കാളിയാവുന്നവനായിട്ട് കഴിയുന്ന ജോസഫ് വെറും ദാസന്മാരായിട്ട് ഭിക്ഷക്കാരെ പോലെ വന്നു നിൽക്കുന്ന ഈ സഹോദരന്മാരോട് ഒപ്പമിരുന്ന് ഉണ്ണാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഈജിപ്തുകാർക്ക് ഇസ്രായേൽക്കാരോടൊപ്പം ഇരിക്കാനുള്ള സാധ്യതയില്ലാത്തത് കൊണ്ട് അവർക്ക് വേണ്ടി അത്താഴം ഒരുക്കാൻ, അവർക്ക് വേണ്ടി സദ്യ ഒരുക്കാൻ പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആ ധൂർത്തനായ മകൻ തിരിച്ചു വരുന്ന സമയത്ത് അപ്പം പറയുന്ന അതേ വാക്കുകളാണ് കാണുക. മൃഗത്തെ കൊന്ന്, കൊഴുത്ത മൃഗത്തെ കൊന്ന് സദ്യ ഒരുക്കാൻ നഷ്ടപ്പെട്ടു പോയ എന്റെ സഹോദരങ്ങളെയൊക്കെ എന്റെ ജീവിതത്തിൽ തിരിച്ചു കിട്ടുമ്പോൾ അവരോട് ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിന്റെ കാരുണ്യം കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ കരഞ്ഞ് കണ്ണീരൊഴുക്കി സഹോദരങ്ങളോട് കാരുണ്യം കാണിക്കുന്ന വ്യക്തിയായിട്ട് ജോസഫ് നിലകൊള്ളുകയാണ്. അവൾ 45-ാമത്തെ അധ്യായം നമ്മൾ കാണുകയാണ്. അവിടെ അടുത്തു നിന്നിരുന്ന ഈജിപ്തുകാര് കാണാതിരിക്കാൻ, കേൾക്കാതിരിക്കാൻ തന്റെ സഹോദരങ്ങളുള്ള സ്നേഹത്തിന്റെ ആധിക്യത്തിൽ നിന്ന്, ആ വലിയ ആഴത്തിൽ നിന്ന് ഉറക്കെ കരഞ്ഞു. മുറി അടച്ചിട്ട് അവൻ ഉറക്കെ കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ കരച്ചിൽ ഈജിപ്ത് ദേശം മുഴുവൻ കേട്ടു, ഫറവോ കേട്ടു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാ. കാരുണ്യമുള്ളവന്റെ കണ്ണിലെ കണ്ണുനീരുണ്ടാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അപരന്റെ വേദനയിൽ കണ്ണീരൊഴുക്കുവാൻ മടി കാണിക്കുന്ന സ്വാർത്ഥതയുടെ ആൾരൂപങ്ങളായി ഞാനും നിങ്ങളും മാറുന്നുണ്ട് എങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന അയൽപക്കക്കാരനോട് കാരുണ്യം കാണിക്കുവാൻ ഒരുപക്ഷെ തെറ്റിപ്പോയിട്ടുണ്ടാകാം, ഒരുപക്ഷെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, ഒരുപക്ഷെ തള്ളി പറഞ്ഞിട്ടുണ്ടാകാം, ഒരുപക്ഷെ പൊട്ട കണ്ടിട്ടുണ്ടാകാം. പക്ഷേ കണ്ണുനീരൊഴുക്കി അവന്റെ നൊമ്പരത്തില് ഒന്ന് ചേർന്ന് നിൽക്കാൻ നിനക്ക് സാധിക്കുന്നെങ്കിൽ നീ ദൈവകാരുണ്യത്തിന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്ന വ്യക്തിയാണ്. എന്നിട്ട് സദ്യ ഒരുക്കാൻ പറഞ്ഞിട്ട് അവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഈ സദ്യ ഒരുക്കുന്ന സമയത്ത് രണ്ടായിട്ട് ഭക്ഷണം വിളമ്പുമ്പോൾ ജോസഫ് തന്റെ ഭക്ഷണത്തിൽ നിന്നും ഓരോ ഭാഗമെടുത്ത്, ഓരോ പങ്കെടുത്ത് ഓരോ സഹോദരങ്ങൾക്കും വെച്ച് വിളമ്പുകയാണ്, കൊടുക്കുകയാണ്. തന്റെ പാത്രത്തിൽ നിന്നും ഓരോ ഉരുളയെടുത്ത് ഓരോ സഹോദരന്റെയും അടുക്കൽ കൊണ്ട് കൊടുക്കുന്ന ദിവ്യ കാരുണ്യത്തിന്റെ വെച്ച് വിളമ്പി മുറിച്ചു നൽകുന്ന കാരുണ്യത്തിന്റെ മുഖമാണ് പ്രിയപ്പെട്ടവരെ. വിശുദ്ധ കുർബാനയുടെ നേർക്കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ ജോസഫില് നമ്മൾ കാണുന്നത്.
ജോസഫ് എന്ന് പറയുന്ന വ്യക്തി വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. ഇവിടെ കുർബാന ചൊല്ലുന്ന വ്യക്തിയാണ്. കാരുണ്യത്തിന്റെ കുർബാന അർപ്പിക്കുന്നവനാണ് അവൻ ഓരോ ഉരുള ഉണ്ടാക്കി എല്ലാവർക്കും വെച്ച് വിളമ്പുകയാ. എന്റെ അമ്മയുടെ ഉദരത്തിൽ കിടന്ന സഹോദരൻ എന്ന നിലയ്ക്ക് അവന്റെ സഹോദര്യത്തിന്റെ ആഴവും കാരുണ്യവും എത്ര മടങ്ങ് കൂടുതലാണെന്ന് കാണിക്കുവാൻ 5 മടങ്ങ് കൂടുതൽ ഇളയ സഹോദരന് കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തിരുവചനം പറയുകയാണ്, 34-ാമത്തെ തിരുവചനം, ജോസഫ് തന്റെ ആഹാരത്തിൽ നിന്ന് ഓരോ പങ്ക് അവർക്ക് കൊടുത്തു. എന്നാൽ ബെഞ്ചമിന്റെ പങ്ക് മറ്റുള്ളവന്റെ 5 ഇരട്ടിയായിരുന്നു. അവർ അവനോടൊപ്പം ആഹ്ലാദിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന വെച്ചു വിളമ്പുന്ന വലിയ കാരുണ്യത്തിന്റെ മുഖത്തെ ജോസഫ് നമുക്ക് മുമ്പിൽ കാണിച്ചു തരികയാണ്. വിശുദ്ധ കുർബാന വെച്ച് വിളമ്പുന്ന കാരുണ്യത്തിന്റെ മുഖത്തെ, കർത്താവിന്റെ കാരുണ്യത്തിന്റെ മുഖത്തെ ജോസഫ് നമുക്ക് മുമ്പിൽ കാണിച്ചു തരികയാണ്. പൊറുക്കാൻ തയ്യാറാകുന്നു, ക്ഷമിക്കാൻ തയ്യാറാകുന്നു. പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടവരോട് പകയില്ല, വെറുപ്പില്ല, വിദ്വേഷമില്ല. ഇനി ഇവരോട് എനിക്ക് ജീവിതത്തില് സ്നേഹവും കാരുണ്യവും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഉറക്കെ കരഞ്ഞ് കാരുണ്യത്തിന്റെ നേർക്കാഴ്ചയായി മാറുകയാണ്. കരങ്ങൾ ഉയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, കാരുണ്യത്തിന്റെ മുഖം വീണ്ടും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ നാളുകളില് നമ്മൾ കണ്ടുമുട്ടുന്നത് ജീവിതത്തില് ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന അവസരത്തില് ജോഷുവ എന്ന് പറയുന്ന നായകനാല് ഇസ്രായേൽ ജനം നയിക്കപ്പെടുന്ന നാളുകളിൽ ഇസ്രായേൽ ജനം ജോഷുവ എന്ന് പറയുന്ന നായകനാല് നയിക്കപ്പെടുകയാണ്. അവിടെ ജോഷുവയുടെ പുസ്തകത്തില് നമ്മൾ ഇപ്രകാരം കാണുകയാണ്. ജോഷുവ തന്റെ സഹോദരന്മാരെ നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ജെറിക്കോ പട്ടണം ഉറ്റുനോക്കുവാൻ വേണ്ടിയിട്ട് പോവുകയും ജെറിക്കോ പട്ടണം ഉറ്റുനോക്കുവാൻ വേണ്ടിയിട്ട് 2 ദൂതന്മാരെ അയക്കുകയും ആ 2 ദൂതന്മാര് അവിടെ ചെല്ലുമ്പോൾ അവനെ എതിരേൽക്കുന്നത്, അവനെ വരവേൽക്കുന്നത് മറ്റാരുമല്ല, അത് ഒരു വേശ്യ. വേശ്യയുടെ പേര് നമുക്കെല്ലാവർക്കും അറിയാം. അവളുടെ പേരാണ് റാഹാബ്. റാഹാബ് എന്ന് പറയുന്ന വേശ്യയുടെ വീട്ടിലേക്കാണ് ഈ സഹോദരന്മാര് കടന്നു വരുന്നത്. അവരെ അവിടെ താമസിക്കുവാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയും അങ്ങനെ അവിടെ താമസിക്കുന്ന സമയത്ത് അവളുടെ വീട്ടില് ഇവര് വന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത ജെറിക്കോ രാജാവിന്റെ ചെവിയിലെത്തി. ജെറിക്കോ രാജാവ് ഉടനെ തന്നെ അവളെ അവിടേക്ക് വിളിപ്പിക്കുകയും വേശ്യയായ റാഹാബിനെ വീട്ടിലെ ഈ രാജകൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചിട്ട് ചോദിച്ചു, നിന്റെ വീട്ടില് ഈ രാജ്യം ഉറ്റുനോക്കാൻ വേണ്ടി വന്ന 2 പേരുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നു. അവരെവിടെയാണ് എന്ന് നിന്നോടൊപ്പം ഉണ്ടോ എന്ന് വെളിപ്പെടുത്തും. പ്രിയമുള്ളവരെ, അവള് പറഞ്ഞു, അവര് നഗര കവാടം അടയ്ക്കുന്നതിന് മുമ്പേ പുറത്തു പോയി. അവര് ഞങ്ങളുടെ കൂടെ ഇല്ല, എന്റെ കൂടെ ഇല്ല. അവര് നേരത്തെ പുറത്തു പോയി. അവരെവിടേക്കാണ് പോയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവര് എവിടേക്കാണ് പോയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങള് അവരെ അന്വേഷിച്ചു പോയാൽ വഴിയിൽ വെച്ച് നിങ്ങൾക്ക് കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ചേർന്ന് പറയാ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് പറയുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ അന്വേഷിച്ച് ചെന്നാൽ കണ്ടെത്തുവാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന്റെ സന്നിധിയിൽ നിന്ന് അവൾ പുറത്തേക്ക് പോരുമ്പോൾ ചില ദൂതന്മാർ രാജാവ് ഇവരെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുകയും അങ്ങനെ ദൂതന്മാര് പോയി കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തുമ്പോൾ ഇവള് അവരോട് പറയും, നിങ്ങൾ വന്ന കാര്യമൊക്കെ ഞാന് നിങ്ങൾക്ക് കൂടാരം ഒരുക്കി എന്റെ വീട്ടിൽ താമസിക്കാൻ അവസരം തന്ന് നിങ്ങളെ അനുവദിച്ചു. രാജ്യം നിങ്ങൾ ഉറ്റുനോക്കി, ഇത് നിങ്ങൾക്ക് പ്രാപ്യമായ രാജ്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ വരുന്നുണ്ട് എന്ന് കേട്ട് ഞങ്ങളുടെ ആളുകള് ഭയചകിതരായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കീഴടക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നിട്ട് അവൾ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. അവൾ പറയുകയാണ്, നിങ്ങളോട് ഞാൻ കാണിച്ച കാരുണ്യത്തിന് പ്രതിഫലമായി നിങ്ങൾ എന്നോട് കാരുണ്യം കാണിക്കണമെന്ന്, എന്റെ പൃഥു കുടുംബത്തോട് കാരുണ്യം കാണിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദേശീയായ റഹാബ് കാരുണ്യം കാണിക്കുകയാണ്. ആരോടാണ് കാരുണ്യം കാണിക്കുന്നത്? വന്ന് കയറിയ 2 വ്യക്തികളോട്. രാജ്യം ഉറ്റുനോക്കുവാൻ വേണ്ടി, ജെറിക്കോ പട്ടണം ഉറ്റുനോക്കുവാൻ വേണ്ടിയിട്ട്
കടന്നു വന്ന രണ്ട് വ്യക്തികളോട് കാരുണ്യം കാണിക്കുകയാണ്. ഈ കാരുണ്യം കാണിക്കുന്ന റഹാബ് പറയുകയാണ്, നിങ്ങൾ ഞങ്ങളോടും കാരുണ്യം കാണിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ തള്ളിപ്പറയുന്ന ഒരുപാട് വ്യക്തികളുണ്ടായിരിക്കും. നമുക്കൊക്കെ കുറവുകളും ചുറ്റുപാടുകളിലേക്ക് നോക്കി വിരൽ ചൂണ്ടുവാൻ നമുക്കെല്ലാവർക്കും എളുപ്പമാണ്. റഹാബ് എന്ന് പറയുന്നവള് വേശ്യയാണ്. പക്ഷേ മത്തായിയുടെ സുവിശേഷം ആദ്യം തുടങ്ങുമ്പോൾ വംശാവലിയില് റഹാബിന്റെ പേര് നമ്മൾ കാണുന്നുണ്ട്. വേശ്യയായ ജാതിയായ റഹാബിന്റെ പേര് എങ്ങനെ അവിടെ കയറിക്കൂടി എന്ന് മനസ്സിലാക്കണമെങ്കിൽ, എങ്ങനെ രക്ഷാകര ചരിത്രത്തില് റഹാബ് എന്ന് പറയുന്ന വേശ്യയുടെ പേര് കയറിക്കൂടി എന്ന് മനസ്സിലാക്കണമെങ്കിൽ യാക്കോബ് ശ്ലീഹ പറയുന്ന വാക്കുകള് നമ്മൾ കേൾക്കണം. യാക്കോബ് ശ്ലീഹായുടെ 2-ാമത്തെ അധ്യായത്തില് നമ്മളോട് തിരുവചന പ്രകാരം പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുവചനം ഇപ്രകാരം പറയുകയാണ്, ദൗത്യവാഹകരെ സ്വീകരിക്കുകയും അവരെ മറ്റൊരു വഴിക്ക് പുറത്തേക്ക് അയക്കുകയും ചെയ്ത പ്രവർത്തികൾ മൂലമല്ലേ റാഹാബ് നീതീകരിക്കപ്പെട്ടത്. 25-ാം തിരുവചനം 2-ാം അധ്യായം 25-ാം തിരുവചനം, റാഹാബ് എന്ന വേശ്യ ദൗത്യവാഹകരെ സ്വീകരിക്കുകയും അവരെ മറ്റൊരു വഴിക്ക് പുറത്തേക്ക് അയക്കുകയും ചെയ്ത കാരുണ്യത്തിന്റെ പ്രവൃത്തി വഴിയല്ലേ. അവിടെ വിട്ടുപോയിരിക്കുന്ന ഒരു വാക്കുകൂടി നമ്മൾ കൂട്ടിച്ചേർക്കണം. അവൾ ചെയ്ത പ്രവൃത്തി എന്ത് പ്രവൃത്തിയാണെന്ന് അവൾ തന്നെ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു. റാഹാബ് എന്ന വേശ്യ നീതീകരിക്കപ്പെട്ടത്, വിശുദ്ധീകരിക്കപ്പെട്ടത്, കുറവുകളിൽ നിന്ന് വിമുക്തയാക്കപ്പെട്ടത്, രക്ഷിക്കപ്പെട്ടത് പ്രിയപ്പെട്ടവരെ അവള് ഉപവസിച്ചത് കൊണ്ടല്ല, അവള് ധ്യാനം കൂടിയത് കൊണ്ടല്ല, അവള് കൺവെൻഷന് പങ്കെടുത്തത് കൊണ്ടല്ല, മറിച്ച് കാരുണ്യം പ്രദർശിപ്പിച്ചത് കൊണ്ടാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിലെ കുറവുകൾ ഉണ്ടാകാം, പോരായ്മകൾ ഉണ്ടാകാം, വേദനകൾ ഉണ്ടാകാം, കഷ്ടപ്പാടുകൾ ഉണ്ടാകാം, ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാകാം. സകലരാലും തള്ളപ്പെട്ട ജീവിതമായിരിക്കാം നമ്മുടേത്, സകലരാലും വെറുക്കപ്പെട്ട ജീവിതമായിരിക്കാം നമ്മുടേത്. നല്ലതെന്ന് ആരും ഇന്ന് വരെ ഒരു വാക്കുപോലെ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുകയില്ല. നിന്റെ കുറവുകളിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തുവാൻ തയ്യാറാകുന്നത്, നിന്നെ രക്ഷയുടെ പുസ്തകത്തില് പേരെഴുതി ചേർത്ത വ്യക്തിയാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ കാരുണ്യത്തിന്റെ പ്രവൃത്തി കൊണ്ടാണ് എന്ന് നീ തിരിച്ചറിയണം. ഇനി നിനക്ക് രക്ഷയിലേക്ക് ഒരു നീക്കമേ ഉള്ളൂ. ചതുരംഗം കളിക്കുന്ന, ചെസ് കളിക്കുന്ന യുവാവിനോട് പറയുന്നത് പോലെ ഇനി നിനക്ക് ഒരൊറ്റ നീക്കമേ സാത്താന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൂ. അത് കാരുണ്യത്തിന്റെ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. റാഹാബ് എന്ന വേശ്യ നീതീകരിക്കപ്പെട്ടത് അവളുടെ പ്രവൃത്തി മൂലമാണ്. അവളുടെ പ്രവൃത്തി കാരുണ്യത്തിന്റെ പ്രവൃത്തിയാണ്. കുറവുകളും പോരായ്മകളുമുള്ള ജീവിതങ്ങളെ അകറ്റി നിർത്തുന്ന നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരണം. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്ന നമ്മുടെ കുടുംബത്തിലെ വ്യക്തികളോട് കാരുണ്യം കാണിക്കാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും നന്നാവുകയില്ല എന്ന് ചിന്തിച്ച് ആകുലപ്പെട്ട് നിരാശപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനം ഇന്ന് നമ്മളോട് പറയുകയാണ്, റാഹാബ് എന്ന വേശ്യ നീതീകരിക്കപ്പെട്ടത് അവളുടെ പ്രവൃത്തി മൂലമാണ്, കാരുണ്യത്തിന്റെ പ്രവൃത്തി മൂലമാണ് എന്ന് നീ തിരിച്ചറിയണം. കാരണം എഴുതി പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യത്തിന്റെ പ്രവൃത്തികൾ പാപത്തിന് പരിഹാരമാണ് എന്ന്, ദാനധർമ്മം കാരുണ്യത്തിന്റെ പ്രവൃത്തി പാപത്തിന് പരിഹാരമാണ് എന്ന്, ജലം അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന്റെ പരിണതഫലമായ സകല പീഡകളെയും കെടുത്തുന്നുവെന്ന് പ്രഭാഷണ പുസ്തകം പറയുകയാണ്. തോബിത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ കാരുണ്യം നിന്നിൽ നിന്ന് അറ്റുപോകാതിരിക്കട്ടെ, നിന്റെ സഹോദരങ്ങളോട് കാരുണ്യമുള്ള വ്യക്തിയായി, സഹായം അറിയിക്കുന്നവൻ അത് എത്തിച്ചു കൊടുക്കുന്ന വ്യക്തിയായി നീ മാറണമെന്നുള്ള ഉപദേശം നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് കാരുണ്യത്തിന്റെ പ്രവൃത്തി നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, തള്ളിപ്പറഞ്ഞവരില്, ഒരുപാട് കുറ്റം കണ്ടെത്തിയവരില് ഒക്കെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കണം. ജോഷുവയുടെ പുസ്തകത്തില് നമ്മൾ കാണുന്ന ഈ കാരുണ്യത്തിന്റെ പ്രവൃത്തി പിന്നീട് അവളുടെ പേര് ജീവിതത്തില് എഴുതി ചേർക്കുവാൻ, അവളുടെ രക്ഷാകര ചരിത്രത്തിൽ അവളുടെ പേര് എഴുതി ചേർക്കുവാൻ ഇടയായി എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇനിയും കാരുണ്യത്തിന്റെ പ്രവൃത്തിയിലേക്ക്, വിശുദ്ധ കുർബാനയുടെ കാരുണ്യത്തിന്റെ ചൈതന്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുക പഴയ നിയമ പുസ്തകത്തിലെ തന്നെ റൂത്തിന്റെ പുസ്തകത്തിലാണ്. റൂത്തിന്റെ പുസ്തകത്തില് നമ്മൾ കാണുന്ന കാഴ്ച മറ്റൊന്നുമല്ല, അവിടെയും ഇതുപോലെ തന്നെ കാരുണ്യം കാണിക്കുന്ന ഒരു വ്യക്തിയായി
കാരുണ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ റൂത്തിനെ കണ്ടുമുട്ടുകയാണ്. എന്താണ് റൂത്ത് കാണിച്ച കാരുണ്യം? കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് റൂത്ത് കാണിച്ച കാരുണ്യം? റൂത്തിന്റെ അമ്മായിയമ്മയോട് റൂത്ത് കരുണ കാണിച്ചു എന്നുള്ളതാണ് റൂത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുക. ചേർന്ന് പറയാ ഹല്ലേലൂയ. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. റൂത്തിന്റെ അമ്മായിയമ്മയുടെ സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൺമക്കൾ രണ്ടുപേരും മരിച്ചുപോയി. മരുമക്കളായിട്ടുള്ള രണ്ടുപേരോട് റൂത്തിന്റെ അമ്മായിയമ്മ പറയുകയാണ്, നവോമി പറയുകയാണ്, നിങ്ങളും പൊക്കോ, നിങ്ങളുടെ യൗവന കാലഘട്ടം എന്തിനാണ് വെറുതെ വേസ്റ്റ് ആകുന്നത്, എന്തിനാണ് വെറുതെ കളയുന്നത്, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളാൻ പറയുന്നു. അങ്ങനെ പൊയ്ക്കോളാൻ പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരുവള് പോയി, മറ്റവള് റൂത്ത് മാത്രം അവിടെ നിന്നു. അങ്ങനെ അവര് തിരികെ അവരുടെ സ്വന്തം നാട്ടിലെത്തി. അവർ പ്രവാസികളായിട്ട് പോയവരാണ്. അവര് തിരിച്ചു വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവര് തിരിച്ചു വരുമ്പോൾ അവരുടെ ജീവിതത്തില് ദൈവം അതിലേറെ കാരുണ്യം കാണിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. കരങ്ങൾ ഉയർത്തി പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറയുന്നു ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, റൂത്ത് കാരുണ്യം കാണിച്ചതുപോലെ റൂത്തിനോടും കാരുണ്യം കാണിക്കുകയാണ്. ഇന്ന് മാതാപിതാക്കളോട് കാരുണ്യം കാണിക്കാൻ വേണ്ടിയിട്ട് പലർക്കും സാധിക്കാതെ പോവുകയാണ്. വൃദ്ധ മന്ദിരങ്ങളുടെ എണ്ണം കൂടുന്നതിനുള്ള കാരണം കാരുണ്യം മറ്റുപോയ നമ്മുടെ കുടുംബങ്ങളിലെ അവസ്ഥയാണ്. കാരുണ്യം കാണിക്കുവാൻ പറ്റുന്നില്ല. ഞാൻ ഗംഗയിലൂടെ ബോട്ടിൽ യാത്ര ചെയ്യുകയാണ്. ഗംഗ നദി വളരെ മനോഹരമാണ്. കിടക്കുന്ന വിശാലമായിട്ട് കിടക്കുന്നു. അവിടെ വളരെ മനോഹരമായിട്ട് അത് വൃത്തിയാക്കിയിട്ടുണ്ട്. വളരെ നല്ല കാഴ്ചകള്, ദീപാരാധനയുടെ കാഴ്ചകളൊക്കെ വൈകുന്നേരം 7:30 കാണാൻ സാധിക്കും. ഇതൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് ഞങ്ങള് ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, എല്ലാ ഘാട്ടുകൾ എന്നാണ് ഇതിന് പറയുന്നത്, ഓരോ ഘാട്ടും കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ഒരു ഘാട്ടിലേക്ക് സൈഡിലേക്ക് നോക്കുവാൻ പറഞ്ഞു. അവിടെ ഒരു അമ്പലം ചെരിഞ്ഞ് വെള്ളത്തിലേക്ക് നിൽക്കുകയും. എന്തുകൊണ്ടാണ് ഈ ഒരു അമ്പലം മാത്രം? ബാക്കിയെല്ലാം വളരെ ശക്തമായ പണിയാണ്. കാരണം എല്ലാ രാജാക്കന്മാരും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും, ഓരോ സംസ്ഥാനത്തിനും അവിടെ ഘാട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തും തീരത്ത് വലിയ കെട്ടിടമാണ്. ഓരോ രാജാക്കന്മാരും ആ കാലഘട്ടത്തിൽ ശക്തമായ ശക്തന്മാരായ രാജാക്കന്മാർ പണിയിച്ചതാണ്. അതുകൊണ്ട് ശക്തമായ അടിത്തറയിട്ട് ഒരിക്കലും പോകുകയില്ലാത്ത വിധത്തില് ഈ ഗംഗയുടെ തീരത്ത് മനോഹരമായ, ഇന്ന് കാണാൻ വളരെ രസകരമായ രീതിയിൽ ഇത് പണിതുയർത്തിയിരിക്കുകയാണ്. ഒരു കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു അമ്പലം മാത്രം ചെരിഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ഒത്തിരി പേര് ഇരിപ്പുണ്ട്, പക്ഷെ അതിനിടയിൽ ചിലര് ചെരിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ അന്ന് പറയുന്നത് പോലെ ഒരു അമ്പലം മാത്രം ചെരിഞ്ഞു കിടക്കുക. എന്തുകൊണ്ട് ചെരിഞ്ഞു പോയി എന്നുള്ള ചോദ്യം ഞങ്ങളുടെ ഇടയിൽ ചില അച്ഛന്മാര് ചോദിച്ചു. അപ്പൊ ഈ അച്ഛൻ പറഞ്ഞു, എന്തുകൊണ്ട് ചെരിഞ്ഞു പോയി? ധനവാന്മാർക്ക് മാത്രമേ അവിടെ ഒരു അമ്പലം പണിയുവാൻ സാധിക്കുകയുള്ളൂ, സാധാരണക്കാരന് പറ്റുകയാണ്. അവര് വലിയ ധനവാൻ പണിത അമ്പലമാണത്. എന്തുകൊണ്ടാണ് അവനത് പണിതത്? അവന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അമ്മയ്ക്ക് ഗംഗയുടെ തീരത്തിൽ അമ്പലം പണിത് നിത്യശാന്തി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പണിതാണ്. ഹിന്ദുക്കളുടെ ഹൈന്ദവരുടെ വിശ്വാസം അനുസരിച്ച് ഗംഗയോട് ബന്ധപ്പെട്ട് കാശി സന്ദർശിച്ചാൽ തന്നെ നമ്മൾ രക്ഷ പ്രാപിക്കും. അപ്പോൾ ഗംഗയിൽ മുങ്ങിക്കുളിച്ചാൽ രക്ഷ പ്രാപിക്കും. അവിടെ മൃതശരീരങ്ങൾ ദഹിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ കാണുവാൻ സാധിച്ചു. ദൂരയിലൊക്കെ മൃതശരീരം കൊണ്ടുവന്ന് അവിടെ ദഹിപ്പിക്കുക. ഏറ്റവും പണമുള്ള ആള്, ബനാറസിലെ ഏറ്റവും ധനവാൻ എന്ന് പറയുന്നത് അവിടെ ശവം ദഹിപ്പിക്കുന്നവനാണ്. കാരണം അവൻ ചോദിക്കുന്ന പണമാണ് അവിടെ ഫിക്സഡ് റേറ്റിൽ ചോദിക്കുന്ന പണം. അത് 20 ലക്ഷമെങ്കിൽ 20 ലക്ഷം, ഇത്ര ഏക്കറെങ്കിൽ അത്ര ഏക്കർ അവൻ ചോദിക്കുന്നത് അവിടെ കെട്ടിവെച്ചാണ് ശവം ദഹിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ തീരത്തെ ഈ അമ്പലം മാത്രം ഇങ്ങനെ ചെരിഞ്ഞിരിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ, ധനവാനായ ഈ മനുഷ്യൻ അമ്മ ജീവിച്ചിരുന്ന കാലഘട്ടത്തില് അമ്മയോട് കാരുണ്യം കാണിക്കാതെ, ദയ കാണിക്കാതെ, അമ്മയ്ക്ക് ഒരിറ്റ് വെള്ളം കൊടുക്കാതെ ജീവിച്ച വ്യക്തിയാണ്. അമ്മ പലപ്പോഴും അവനോട് കരഞ്ഞു പറഞ്ഞു, മോനെ നീ എന്നെ സംരക്ഷിക്കണം, എനിക്ക് ആവശ്യമുള്ളതൊക്കെ തരണമെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും പലപ്പോഴും അമ്മയോട് അശീലം കാണിക്കാൻ, കരുണ കാണിക്കാൻ ഈ മകന് സാധിച്ചില്ല. അവസാനം അവൻ അമ്മയോട് പറഞ്ഞു, അമ്മ മരിക്കുമ്പോൾ ഞാൻ വലിയൊരു അമ്പലം ഇവിടെ ഈ തീരത്ത് പണിയും, അങ്ങനെ അമ്മയ്ക്ക് നിത്യശാന്തി ലഭിക്കും, എനിക്ക് നിർവൃതി കിട്ടുകയും ചെയ്യും. അമ്മ പറഞ്ഞു, ഒരു കാലത്തും ആരും ആ അമ്പലത്തില് കയറാൻ പോകുന്നില്ല. നീ എത്ര വലിയ അമ്പലം പണിതാലും ഒരു കാലത്തും ആരും ആ അമ്പലത്തിൽ പ്രവേശിക്കാൻ പോകുന്നില്ല എന്ന് അമ്മ പറഞ്ഞ വാക്കുകൾ അറം പറ്റുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ പണിതുയർത്തിയ അമ്പലം അതിന്റെ ഇനാഗ്രേഷന് മുമ്പ് ചെരിഞ്ഞു പോയി എന്നതാണ് കഥ.
അമ്മയുടെ ശാപം അവിടെ ചരിഞ്ഞ ഒരു അമ്പലമായിട്ട് ഇന്നും നിലകൊള്ളുകയാണ്. ഗംഗ മനോഹരമായ നദി, അതിലൂടെ സഞ്ചരിച്ച് ശക്തമായ പ്രബലമായ ആഡംബരത്തിന്റെയും പണത്തിന്റെയും കെട്ടുകള്, കൽക്കൂമ്പാരങ്ങള്, മനോഹരമായ ഘാട്ടുകൾ കാണുന്ന ഓരോ മനുഷ്യരും ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് ഇന്നും അതവിടെ ചെരിഞ്ഞു നിൽക്കുകയാ. നിന്റെ മാതാപിതാക്കളോട് നീ കാണിക്കാതെ പോകുന്ന കാരുണ്യത്തിന്റെ കാരുണ്യത്തിന്റെയും അനുകമ്പയുടെയും മേഖലകള് നിനക്ക് ശാപമായി ഭവിക്കാനിടയുണ്ട്. നീ കാണിക്കാതെ പോകുന്ന കാരുണ്യത്തിന്റെയും അനുകമ്പയുടെ മേഖലകള് നിനക്ക് ശാപമായി ഭവിക്കാനിടയുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളോട് കാരുണ്യമുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ മാറണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് റൂത്തിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ കാരുണ്യ പ്രവൃത്തി. റൂത്ത് കാരുണ്യം കാണിക്കാൻ തയ്യാറായി. അമ്മ പിരിഞ്ഞു പോകാൻ പറഞ്ഞിട്ടും പിരിഞ്ഞു പോകാതെ എന്റെ അമ്മായിയമ്മ പോകുന്നിടമാണ് എന്റെ ഇടം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയോട് ഒപ്പം നടക്കുകയാ. അമ്മ ഒരു അനുഗ്രഹം, നവോമി ഒരു അനുഗ്രഹം റൂത്തിന് കൊടുത്തു. എന്താണ് റൂത്തിന് കൊടുത്ത അനുഗ്രഹം എന്നറിയാമോ? ദൈവം നിന്നോട് കാരുണ്യം കാണിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റൂത്ത് ബോവാസിനെ കാണുവാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയാണ്, അമ്മ അനുഗ്രഹിച്ച് വിടുകയാണ്, ദൈവം നിന്നോട് കാരുണ്യം കാണിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ കൃപയും അനുഗ്രഹവും മാതാപിതാക്കളുടെ അനുഗ്രഹത്തിലൂടെ ഈ റൂത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ അവള് ബോവാസിന്റെ അടുക്കൽ ചെന്നു. കാലാ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാലാ പെറുക്കാൻ അനുവാദമൊക്കെ കിട്ടി. അവൾ കാലാ പെറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണ സമയമായപ്പോൾ റൂത്ത് ദാസിമാരോടൊപ്പം ചെല്ലുന്നില്ല. കാരണം ദാസിമാരെയൊക്കെ അവൻ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നവരാണ്. ബോവാസ് വേലയ്ക്ക് വിളിച്ചവരാണ്, ഈ ദാസിമാരല്ല. അവർക്ക് ഭക്ഷണമൊക്കെ അവൻ കരുതിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കാലാ പെറുക്കാൻ വന്നവളാ, അവർക്ക് ഭക്ഷണമൊന്നും അവിടെ കരുതിയിട്ടില്ല. അപ്പോൾ കാലാ പെറുക്കാൻ വന്ന ഇവളോട് റൂത്തിനോട് ബോവാസ് പറഞ്ഞു, നീ മറ്റു വയലുകളിലൊന്നും പോകണ്ട, ഇവിടെ തന്നെ കാലാ പെറുക്കിയാൽ മതി. എന്നിട്ട് അവളെ ഭക്ഷണത്തിന് സമയമായപ്പോൾ വിളിക്കുകയാണ്. ഭക്ഷണത്തിന് സമയമായപ്പോൾ വിളിച്ചിട്ട് ഇപ്രകാരം പറയുകയാണ്, നീ വരിക, നീ വന്ന് ഞങ്ങളുടെ കൂടെ ഭക്ഷിക്കുക. 2-ാം അധ്യായം 14-ാം തിരുവചനം. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞു, വന്ന് ഭക്ഷണം കഴിക്കൂ. ബോവാസ് അവളെ വിളിക്കുകയാണ്. അവൾക്കുള്ള ഭക്ഷണം കരുതിയിട്ടില്ല, പക്ഷേ കാരുണ്യത്തോടെ അവൻ അവളെ വിളിക്കുകയാണ്. ബോവാസ് റൂത്തിനോട് കാരുണ്യം കാണിക്കുന്നു. നവോമിയോട് കാരുണ്യം കാണിച്ച റൂത്തിനോട് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖം പ്രദർശിപ്പിക്കാൻ ബോവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം ഒരുക്കുകയാണ്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? വിശുദ്ധ കുർബാനയുടെ നേർക്കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് നമ്മൾ അവിടെ കാണുക. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞു, വന്ന് ഭക്ഷണം കഴിക്കൂ, വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിക്കുക എന്ന് അവളോട് പറഞ്ഞു. ദൈവവചനം വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം തിരുവചനത്തില് വളരെ വ്യക്തമായിട്ട് ദൈവവചനം പറയുകയാണ്, വിശുദ്ധ കുർബാനയുടെ പ്രതീകങ്ങളെ ബോവാസ് റൂത്തിന് മുറിച്ചു കൊടുക്കുകയാണ്. ചേർന്ന് പറയാ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയുടെ അനുഭവത്തെ, കാരുണ്യത്തിന്റെ മുഖത്തെ ദൈവം വീണ്ടും ബോവാസിലൂടെ റൂത്തിന് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാമ്പത്യ ബന്ധത്തില് കാരുണ്യം കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള വിളിയാണ്. ഇന്ന് പ്രണയബന്ധങ്ങൾ ഒരുപാട് അരങ്ങേറുന്ന കാലഘട്ടമാണ്. യുവജനങ്ങള് പ്രണയിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇന്നലെ ഞാൻ യാത്ര ചെയ്ത് ബാംഗ്ലൂരിൽ നിന്നും യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ബസ്സിലിട്ട സിനിമ എന്ന് പറയുന്നത് പ്രേമം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. കഴിഞ്ഞ ദിവസം എന്റെ കസിനായിട്ടുള്ള ഒരു പെങ്കൊച്ചെന്നെ വിളിച്ച് ചോദിച്ചു, അച്ഛാ സിനിമയൊക്കെ കാണാറുണ്ടോ? ഞാൻ പറഞ്ഞ മോളെ, ഇവിടെ ബാംഗ്ലൂര് കാണാനുള്ള മാർഗമൊന്നും ഇല്ല, അതുകൊണ്ട് കാണുന്നില്ല. എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഒരു ഡോക്യുമെന്ററി എങ്കിലും കണ്ടു നോക്ക്, ജലം കൊണ്ട് മുറിവേറ്റവൾ എന്നുള്ള ഡോക്യുമെന്ററി ഒന്ന് കാണണം. ആരുടെ ഡോക്യുമെന്ററി ആണെന്ന് ഒരുപക്ഷെ പത്രം വായിച്ചിട്ടുള്ളവർക്കറിയാം. കാഞ്ചനമാലയുടെ ഒരു ഡോക്യുമെന്ററിയാണ്. ആരാണ് കാഞ്ചനമാല എന്ന് ചോദിച്ചാല്, നാട്ടിൽ തിരിച്ചു പോകുമ്പോൾ വഴി സൈഡിലൊക്കെ നോക്കണം എന്ന് നിന്റെ മൊയ്തീൻ എന്നുള്ള ഒരു സിനിമയുടെ പശ്ചാത്തലം, പ്രണയത്തിന്റെ പശ്ചാത്തലം. ആ ഡോക്യുമെന്ററി കണ്ടപ്പോൾ
അവിടെ പറഞ്ഞ ഒരു വാക്യമാണ്, ക്രിസ്തു ചെയ്ത ത്യാഗത്തോളം വരികയില്ല എങ്കിലും കാഞ്ചനമാല മൊയ്തീന് വേണ്ടി ചെയ്ത ത്യാഗം നീണ്ട വർഷങ്ങളുടെ കഥയാണ്. ആ ഡോക്യുമെന്ററിയിൽ പറയുന്ന വാക്കുകളാണ്. ക്രിസ്തു ചെയ്ത ത്യാഗം പെട്ടെന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്യുകയുണ്ടായി. പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ കഥയും കാര്യവും ഒക്കെ പറയുന്നിടത്ത് ക്രൂശിൽ അവൻ കാണിച്ച മഹാസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഓർമ്മപ്പെടുത്തലും അടിവരയിടലുമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പ്രണയം എന്ന് പറയുന്ന ഒരു സിനിമ TV-യിൽ ഈ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നു. എന്റെ അടുത്തിരുന്നത് 60 വയസ്സ് കഴിഞ്ഞ ഒരു ചേട്ടനാണെന്ന് തോന്നുന്നു. ആ ചേട്ടന് രാത്രി മുഴുവൻ എനിക്ക് വചനം ചിന്തിക്കാൻ അവസരം തരികയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപോലെ കണ്ണടയ്ക്കാൻ സാധിക്കാത്ത വിധത്തില് ഈ ചേട്ടൻ മാത്രം ബസ്സിനുള്ളിൽ കൂർക്കം വരും. പുള്ളി സ്കൂട്ടർ ഓടിച്ച് കളിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുകയല്ല. 12 മണിയായി 1 മണിയായി ഉറങ്ങാൻ നോക്കിയിട്ട് സിനിമ തീർന്ന് പ്രണയത്തിന്റെ കാലവും പ്രേമത്തിന്റെ കാലവും എല്ലാം കഴിഞ്ഞ് ഈ ചേട്ടൻ പൂക്കുറ്റി ഉറങ്ങുക. സിനിമ പകുതി പോലും ആയിട്ടില്ല. സിനിമ കണ്ടു തീരുമ്പോഴെങ്കിലും കൂർക്കം വലി തീരുമല്ലോ, എനിക്ക് ഉറക്കം വരുമല്ലോ എന്ന് കരുതി ഞാനും ഉറങ്ങാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പറ്റുന്നില്ല. ഈ ചേട്ടൻ സ്കൂട്ടർ ശക്തമായിട്ട് ഓടിക്കുകയാണ്. അവസാനം രാവിലെ 6 മണിക്ക് ചേട്ടൻ പാലായിൽ ബസ് ഇറങ്ങുമ്പോഴും വരെ ഈ ചേട്ടൻ കൂർക്കം വലിക്കുന്നു. അതിനിടയിൽ വീട്ടുകാരെ വിളിച്ച് പാലായിൽ ഞാൻ മൂവാറ്റുപുഴയായി എന്ന് ഇടയ്ക്ക് ഫോണിൽ പറഞ്ഞു. വീണ്ടും ചേട്ടൻ തന്റെ കൂർക്കം വലി തുടർന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, പിന്നീട് ഞാനിതിന് ഒരു വ്യാഖ്യാനം കൂടെ തരാം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ആ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താറുണ്ട്. ഞാൻ ഈ വചനങ്ങളൊക്കെ മനസ്സിലിട്ട് ഒന്നുകൂടെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. എപ്പോഴോ അതിശക്തമായ ഉറക്കത്തിന്റെ സമയത്ത്, ഉറക്കത്തിന് പല ചക്രങ്ങളുണ്ടെന്നാണ് പറയുന്നത്, 2 മണിക്കൂർ വീതമുള്ള ചക്രമാണ്. അപ്പോൾ 2-മത്തെയോ 3-മത്തെയോ ചക്രത്തിന് ഞാൻ ഉറങ്ങി. ആദ്യത്തെ 2 ചക്രവും നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. 3-മത്തെ ചക്രം ഉറക്കത്തിന്റെ ചക്രം, 3-മത്തെ ചക്രം ശരീരത്തിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ എനർജി കിട്ടാനുള്ള 2 ചക്രങ്ങൾ, എൻ്റെ 2 ചക്രങ്ങളും പോയി. പിന്നെ ശരീരത്തിന്റെ ക്ഷീണം മാറ്റാനുള്ള 1 ചക്രമേ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ ഇന്നലെ രാത്രിയിൽ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യാത്രയില് ഈ പ്രേമത്തിന്റെ വലിയ മുഖങ്ങളൊക്കെ നമ്മളിങ്ങനെ മിന്നിമായത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഒരുത്തിയെ പ്രേമിച്ച് പിന്നെ വേറൊരുത്തിയെ പ്രേമിച്ച് പിന്നെ വേറൊരുത്തിയെ പ്രേമിച്ച് ചിത്രശലഭം ഒരു പൂവിൽ നിന്ന് വേറൊരു പൂവിലേക്ക് പറക്കുന്നത് പോലെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് സിനിമയിൽ കാണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ പ്രണയത്തിന്റെ മേഖലകള് ഇങ്ങനെയുള്ള ഒരു മേഖലയായിട്ട് തരം താണുകൊണ്ടിരിക്കുന്നത്. മൊയ്തീന്റെയും കാഞ്ചനമാലയുടെയും പ്രണയത്തിന്റെ കഥയൊക്കെ പഴങ്കഥയാണ്. സിനിമാ യുവജനങ്ങൾ 2-3 പ്രാവശ്യം കാണാൻ തയ്യാറാണ്. പക്ഷേ ജീവിതത്തില് പ്രണയം എന്ന് പറയുന്ന വികാരം, മണവാട്ടിയോട് മണവാളൻ പറയുന്നതായിട്ട് ദൈവവചനം എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രായമാകുന്നതിന് മുമ്പേ പ്രണയത്തെ ഇളക്കി വിടരുത്. അപ്പൊ പ്രണയം എന്ന് പറയുന്ന വികാരം ഇളക്കി വിടേണ്ട സമയമുണ്ട്. പ്രണയം എന്ന് പറയുന്ന വികാരം പോലും വൈകൃതവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു കാരുണ്യവുമില്ലാതെ ചവച്ച് തുപ്പിക്കളയുന്ന ഒരു ശൈലിയിലേക്ക്, യൂട്ടിലിറ്റേറിയൻ ചിന്താഗതിയിലേക്ക്, ഉപഭോഗവൽക്കരണത്തിന്റെയും ആധുനിക ചിന്തകളുടെയും പ്രത്യേക ശാസ്ത്രങ്ങളുടെയും ഒക്കെ ചിന്താധാരകളിൽ പിടിമുറുക്കി മുമ്പോട്ട് പോകുന്ന നമ്മുടെ യുവജനങ്ങൾക്ക് ബോവാസിന്റെയും റൂത്തിന്റെയും കഥ വലിയൊരു പാഠമാണ്.